ഇനിയിപ്പോൾ എന്തെങ്കിലും നാളത്തെ കാര്യം ചോദിക്കാനായിട്ട് അച്ഛൻ എന്തെങ്കിലും തിരക്കായിരിക്കും. ഒരു കാര്യം ചെയ്യാം, പ്രസിഡന്റ് അല്ലേ ശ്രീകൃഷ്ണനെ വിളിച്ചു നോക്കാം. ക്യാമറ പൊങ്ങി വരുന്നു. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഹലോ, ഞാൻ ശ്രീലക്ഷ്മിയാണ്, ക്രിയേറ്റീവ് ക്ലബിൽ നിന്ന്. ആടാ, ഇല്ല, ഞാൻ ടീച്ചറിനെ വിളിച്ചു, പക്ഷെ ടീച്ചർ എടുത്തില്ല, എന്തെങ്കിലും തിരക്കായിരിക്കും. പിന്നെ ഒരു കാര്യം ചെയ്യേ, നമ്മുടെ ലോഗോയും നെയിമിൻ്റെയും കാര്യമേ ഒരിക്കൽ കൂടി ഒന്ന് സെക്രട്ടറി നമ്മുടെ റോഷനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചൊന്ന് കൺഫേം ചെയ്യാനേടാ. ശരി ശരി, ഞാൻ വിളിക്കാം. ഹലോ ശ്രീ, പറയടാ. അവള് ശ്രീലക്ഷ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. നൈമിന്റെ ലോകം എന്തായി? ലോഗോ 2 സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഗ്രീഷ്മയെ വിളിച്ചിരുന്നു. ഗ്രീഷ്മ ഇപ്പൊ അയക്കാന്ന് പറഞ്ഞു. അത് കിട്ടിയ ഉടനെ ഞാൻ നിനക്ക് അയക്കാവേ. ഇനി ഇൻസ്ട്രുമെന്റ് റെഡിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതിനിപ്പോ ഞാൻ ജിസിനെ വിളിക്കാം. പെട്ടെന്ന് റെഡിയാക്കേ. ശരി. ഓക്കെ, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹലോടാ, എന്താണ് വിളിച്ചത്? അതോർത്ത് വിഷമിക്കണ്ട, ടെൻഷടിക്കണ്ട, സർ പെർഫെക്റ്റ് ഒക്കെയാണ്, കുഴപ്പമില്ല. ഞാനിപ്പോൾ രേവതിനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്തായി പ്രോഗ്രാംസ് എന്നൊക്കെ ഒന്ന് ചോദിക്കാം. ഓക്കെ. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാലും. ഇതാണിപ്പോൾ. ഓ ഹലോ ജിസേ, എന്നാടാ? രേവതി, എന്നാടാ പ്രോഗ്രാംസൊക്കെ? നാളെയല്ലേ പ്രോഗ്രാം? ഞാനതൊക്കെ മറന്നു, സോറി കേട്ടോ. എടാ, എല്ലാം സെറ്റല്ലേ? ഓക്കെ. എടാ, പിന്നെ ഞാനെന്നാൽ ആഷിനെ ഒന്ന് വിളിക്കാവേ, അവളോടൊക്കെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, ശരി ഏട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. ഹലോ, എടാ പറഞ്ഞോ. ആഷ്ന, എടാ, നാളത്തെ പ്രോഗ്രാമിനെല്ലാം സെറ്റായില്ലേ? എല്ലാം സെറ്റാണെന്നാ കോർഡിനേറ്റേഴ്സ് പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് വിളിച്ച് ഉറപ്പ് വരുത്താം. ഞാൻ മേഘനെ വിളിക്കാം. ഓക്കെ. ഹലോ, പറഞ്ഞു. ഇല്ല പറഞ്ഞു. എടാ, ഓക്കെ ആയി, എല്ലാം ഓക്കെ ആയി. ഇല്ല പേടിക്കണ്ട, ടെൻഷനൊന്നും ആവണ്ട, എല്ലാം ഓക്കെ ആണ്. വീഡിയോ എഡിറ്റിംഗ് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എൽസേനെ ആ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനൊന്ന് എൽസേനെ വിളിച്ച് നോക്കട്ടെ ഇതുവരെയാണെന്ന്. ഓക്കേടാ, ഓക്കെ. ഹലോ,
അമ്മയൊക്കെ പറ. ആ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പക്കയാടാ. പിന്നെ സജിനു എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഇനി 1-2 പാട്ടുകൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. അതെനിക്ക് അനിയനെ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. ആടാ, എനിക്കിനി അവളെ ഒന്ന് വിളിച്ച് നോക്കണം. ഓക്കേടാ, ബൈ. ഓക്കെ, ഞാൻ അവളെ വിളിച്ചിട്ട് പറയാം. ഹലോ, എടാ അലീന, ഞാൻ എൽസയാ. ആടാ, എടാ നീ എനിക്ക് 2 പാട്ട് അയച്ചു തന്നില്ലായിരുന്നോ? ആ പാട്ട് സെലക്ട് ചെയ്താൽ മതിയോ നാളത്തേന്? അത് തന്നെ മതി നമുക്ക്. പിന്നെ നമ്മുടെ ടൈമിങ് സെറ്റാകണം, പ്രോഗ്രാമിൻ്റെ ടൈമിങ് സെറ്റാകണം കേട്ടോ. പിന്നെ കോമ്പയറിങ് എല്ലാം സെറ്റാണല്ലോ അല്ലേ? ഓക്കേടാ. ഓക്കെ. പിന്നെ എടാ എനിക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ. എമിലി ചേച്ചിയാണ്. ഓക്കെ. ഹലോ. അന്ന് എൻ്റെ അടുത്തൊരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ ആയോ? അത് ഓക്കെ ആയില്ലേ? കറക്റ്റ് സമയത്ത് തന്നെ പാട്ട് പ്ലേ ആവണം. കാവ്യ അല്ലേ പ്ലേ ചെയ്യുന്നേ? ഞാൻ കാവ്യ ഇപ്പം വിളിച്ച് ചോദിക്കാം. ഓക്കെ, ഞാൻ ഇപ്പം വിളിച്ച് ചോദിക്കട്ടെ. ഹലോ, എടാ പറ. അതെല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാ. ശ്രീകേഷ് എന്നെയൊക്കെ വിളിച്ചായിരുന്നു, എല്ലാം പക്കയാന്ന് പറഞ്ഞു. പിന്നെ MC എന്ന കാര്യത്തിലല്ലേ? ഞാനിപ്പോൾ എന്നാ കഴിഞ്ഞ് വിളിച്ചിട്ട് ടൈമിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിച്ചോ. വിളിക്കണേ. ഹലോ കാസ്. എന്തായി? MC സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി. ഇനി കുറച്ച് ആഡോൺസും കൂടി ആയാൽ ഓക്കെ ആയി. പിന്നെ പോസ്റ്റർ കണ്ടോ? നന്നായി ചെയ്തിട്ടുണ്ട് രേവതി. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്ലാസി. ടൈമിങ്ങൊക്കെ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ശ്രീവിനിതേനെ വിളിക്കാനുണ്ട്, ആൾക്കാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യം പറയണം. ഓക്കെ, അപ്പം ഞാനത് വിളിച്ചിട്ട് വരാം. ഹലോ, എൽസ പറയടേ. അടേ, നമ്മുടെ പോസ്റ്ററും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഡൊമിനോസിലും ഇട്ടു, എഗാനിലും ഇട്ടു. അടേ, മാക്സിമം പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കുന്നില്ലേ? അടേ, എനിക്ക് വേറെ കോൾ വരുന്നുണ്ട്. എങ്കിൽ ശരി. ഹലോ ശില്പ, പറഞ്ഞു. എല്ലാവരും ഭയങ്കര ബിസിയാണല്ലോ. നാളത്തെ കാര്യങ്ങളൊക്കെ ശരിയായോ? നാളെയല്ലേ ക്രിയേറ്റീവ് ക്ലബിന് ഇനാഗ്രേഷൻ? എല്ലാം സെറ്റാണല്ലോ അല്ലേടാ? ഞാൻ മെറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ എടുക്കുന്നില്ലായിരുന്നു. വേണ്ടേ, അയാൾ വിളിക്കുന്നു. ഹലോ, ശില്പ, താൻ വിളിച്ചിരുന്നോ? ഞാൻ പുറത്തായിരുന്നാടാ. മാസ്കും സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ചു. അല്ലെങ്കിലും പേടിയല്ലല്ലോടാ, ജാഗ്രതയല്ലേ വേണ്ടത്. നാളത്തെ കാര്യം എന്തായി? സെറ്റാണല്ലോ അല്ലേ? ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു ശാലിനി ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. എന്തായാലും ഞാൻ ഒന്ന് ടീച്ചറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരിയാടാ. ഹലോ മെറിൻ, എന്നെ വിളിച്ചായിരുന്നോ നേരത്തെ? അയ്യോ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി കുഞ്ഞ്, അവരുടെ ക്ലാസ്സും ഒക്കെ ആയിട്ട്. നമ്മുടെ എല്ലാം റെഡി ആയല്ലോ. ഞാൻ ജോൺസൺ സാറിനെ വിളിച്ചായിരുന്നു. സാറിന് എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബെന്നി സാറിനെ നമ്മൾ വിളിച്ചിരുന്നു. ഞാൻ എന്തായാലും ഒന്നുകൂടെ വൈകിട്ട് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും വരും, എല്ലാവരും റെഡിയാണ്. അപ്പൊ നിങ്ങളും എല്ലാ ഫ്രണ്ട്സിനോടെല്ലാം ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം റെഡിയാണ്. നാളെ രാവിലെ 11 മണിക്ക് ഗൂഗിൾ മീറ്റിൽ. ഓക്കെ.